നമസ്കാരം. ഉപരിപഠനവും കരിയറുമൊക്കെ പ്ലാൻ ചെയ്യേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് ഇന്ന് ഏറെ പേർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഉപരിപഠനത്തെക്കുറിച്ചോ കരിയറിനെക്കുറിച്ചോ ഒരു സംശയം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന ഒരു ധാരണ പലർക്കുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടാവാറുള്ളൊരു അനുഭവം പറയാം. നമ്മളൊരു തിരക്ക് പിടിച്ച യാത്രയിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടി വിളിക്കുന്നത്. വിളിച്ച ഉടനെയുള്ള ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: സാറേ, എനിക്ക് മർച്ചൻ്റ് നേവി പോകണമെന്നാണ് ആഗ്രഹം, അതിന് സ്കോപ്പുണ്ടോ? ചിലപ്പോൾ വിഷയത്തെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഒപ്റ്റോമെട്രി ആണോ ഫാർമസി ആണോ പഠിക്കാൻ എളുപ്പം? അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പല ചോദ്യങ്ങൾക്കും ആ ചോദ്യത്തിന് ഉടൻ തന്നെ കൃത്യമായൊരു മറുപടി പറയാൻ വിദഗ്ധനായിട്ടുള്ള ഒരു കരിയർ ഗൈഡിന് പോലും പലപ്പോഴും സാധിക്കില്ല. കാരണം ഈ ചോദിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ എങ്ങനെ പറയാം? അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒരു കരിയർ ഗൈഡിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മിനിമം ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. കുട്ടികൾ, ഉദാഹരണത്തിന്, നമ്മൾ വിളിക്കുന്ന ആളുടെ സൗകര്യം ചോദിക്കുക, തിരക്കിലാണോ എന്ന് ചോദിക്കുക. അതിനുശേഷം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം പറയുക. ഞാൻ ഇന്ന ആളാണ്, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്, ഞാൻ ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എൻ്റെ സംശയം ഇതാണ് സാർ. അതിനുശേഷം അവരുടെ പ്രതികരണം കിട്ടിയിട്ട് അടുത്ത കാര്യം പറയാം. അല്ലെങ്കിൽ നമുക്ക് വിശദമായ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് കൊടുക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന ആൾ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു, ഇന്ന സിലബസിലാണ് പഠിക്കുന്നത്, കഴിഞ്ഞ പരീക്ഷയിൽ എനിക്ക് വിവിധ വിഷയങ്ങൾ കിട്ടിയ മാർക്കുകൾ ഇതാണ്, ഇനി അതിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സൂചിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് വയ്ക്കുക, അതും സൂചിപ്പിക്കണം. കാരണം ഈ രണ്ട് വിവരങ്ങളും ഒരു കരിയർ ഗൈഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻസ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഇയറിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിനുള്ള താല്പര്യം, അത് നിങ്ങളുടെ ഭാവി പഠനത്തെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അതുകൊണ്ട് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഒരു കരിയർ സംബന്ധിച്ച സംശയത്തിന് ഉത്തരം തേടാൻ. ഇനി ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല എന്ന് കരുതുക. അപ്പോൾ പലരുടെ ഒരു പ്രശ്നമാണ്, എനിക്കിഷ്ടപ്പെട്ട വിഷയം എന്താ പഠിക്കേണ്ടത് എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം രണ്ട് തരത്തിലാവാം. ചിലർക്ക് ഒരുപാട് വിഷയങ്ങളോട്, ഒരുപാട് മേഖലകളോട് ഒരേപോലെ താല്പര്യം ഉണ്ടാവും. മറ്റു ചിലർക്കാവട്ടെ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഇതൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഒരു അഭിരുചി പരീക്ഷയിലൂടെ നമുക്ക് കണ്ടെത്താനാവും. നമ്മുടെ യഥാർത്ഥ അഭിരുചി, താല്പര്യം, നമ്മുടെ വ്യക്തിത്വവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉപരിപഠന മേഖല എന്നൊക്കെ കൃത്യമായിട്ട് ഒരു അഭിരുചി പരീക്ഷ വഴിയും അതിനെ തുടർന്നുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ വഴിയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടും? വളരെ ഒന്നിലേറെ വിഷയങ്ങൾ താല്പര്യമുള്ളതുകൊണ്ട് കൺഫ്യൂഷനുള്ള ആളാണോ, അതോ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ലാത്തത് കൊണ്ടുള്ള ഒരവസ്ഥയിലാണോ? എന്തു തന്നെയായാലും ഒരു മികച്ച കരിയർ ഗൈഡിന്, ഒരു കരിയർ കൗൺസിലർക്ക് നിങ്ങളെ സഹായിക്കാനാവും. നന്ദി.